എൻ്റെ പേര് രാജേഷ് തിരുവല്ല. ഞാൻ മഹാത്മാ ജനസേവന കേന്ദ്രത്തിൻ്റെ ചെയർമാനാണ്. ഏകദേശം ഒരു 28 വർഷത്തോളമായി ഈ അഗതി പരിപാലന മേഖലയിൽ സേവനം ചെയ്തു വരുന്നൊരു ആളാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ രക്ഷാധികാരി കൂടിയായ സീമാജി നായർ എന്നെ വിളിച്ചിട്ട് അടിയന്തരമായൊരു സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞത് ബീന കുമ്പളങ്ങി. ശരിക്കും ബീന കുമ്പളങ്ങി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പേര് അത്ര ഫെമിലിയറായിട്ട് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ രാജേഷ് മനു നീ ആ യൂട്യൂബിൽ നടിച്ച് നോക്കിയാട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ചേച്ചിയുടെ മുഖം എന്നെ അങ്ങ് വല്ലാതെ വേദനിപ്പിച്ചു. അത് കാരണം എത്രയോ ഹിറ്റ് സിനിമകൾ, മലയാളത്തിലോടിയ നിരവധി ഹിറ്റ് സിനിമകൾ, മലയാളത്തിലെ മിക്ക നായകന്മാർക്കുമൊപ്പം അഭിനയിച്ച ഒരു കലാകാരി. ഒരു കാലഘട്ടത്തിലെ ജീവിതം പൂർണ്ണമായും സ്വന്തം കുടുംബത്തിന് വേണ്ടി നൽകിയ ആ കലാകാരി സമൂഹത്തിൽ അവഗണിക്കപ്പെടുക, അത് സ്വന്തം സഹോദരങ്ങൾ, അത് നിസ്സാര സമ്പത്ത്, ഒരു ചെറിയ വീടിന് വേണ്ടി അവരെ അവഗണിച്ച് കളയുക എന്നുള്ളത് ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഇത്രയും അറിയപ്പെടുന്ന ഒരു നടിക്ക് ഒരു സമൂഹത്തോട് ചോദിക്കാൻ പറ്റില്ല എനിക്ക് വിശക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഒരല്പം മരുന്ന് വാങ്ങാൻ പണം വേണമെന്ന് ബീന കുമ്പളങ്ങിയെ പോലൊരു നടിക്ക് ചോദിക്കാൻ കഴിയില്ല. അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കും. പക്ഷേ ഒരു സമൂഹം അത് ഉൾക്കൊള്ളാനും തയ്യാറാവില്ല. കാരണം ഇത്രയും നന്നായി ജീവിച്ച ഒരാൾ, ഇത്രയും നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, ഇത്രയധികം കലാരൂപങ്ങളിൽ, ഇത്രയും അധികം കലാസൃഷ്ടികളിൽ നിറഞ്ഞു നിന്ന ഒരാൾക്ക് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഞാനത് അന്നേരം ആലോചിച്ചത് പ്രധാനമായും ഒരു തെരുവിൽ കിടക്കുന്ന ഒരാളാണെങ്കിൽ വഴിയിൽ നിൽക്കുന്ന ആര് വേണമെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കും. പക്ഷേ ഭയന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് ഭയന്ന് മറ്റു വീടുകളിൽ അഭയം തേടേണ്ടി വരുന്ന ഒരു കലാകാരിയുടെ ജീവിതാവസ്ഥ ഏറെ വേദന ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വിവരം അറിഞ്ഞപ്പോൾ തന്നെ സീമ ചേച്ചിയോട് പറഞ്ഞ്, ചേച്ചി ഒരു കാരണവശാലും വിഷമിക്കണ്ട, ഒരുപാട് ഫെസിലിറ്റി ഒന്നും ഇവിടെ ഇല്ല, പക്ഷേ എന്നാലും ആ ചേച്ചിക്ക് അത്യാവശ്യം താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ കൊടുത്തോളാം, അതിന് വരുന്ന എന്ത് ചെലവുകളും ഞങ്ങൾ വഹിച്ചോളാം, അത് പ്രയാസമില്ല. മഹാത്മാ ജനസേവന കേന്ദ്രത്തിന് ഗ്രാമത്തിലേക്ക് ആ ചേച്ചി നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ചേച്ചിക്ക് വലിയ സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരാൾ തീർച്ചയായിട്ടും അത് ഒരു സാധാരണ സ്ഥാപനത്തിലേക്കൊക്കെ എടുക്കാന്ന് ചേച്ചി റിസ്ക് കൂടുതലാണ്. കാര്യം ഒന്നാമത്തെ കാര്യം അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ എന്തെങ്കിലും ഒരു അസ്വാരസ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവൊക്കെ വന്നാലേ അത് കൂടുതൽ മറ്റ് സ്ഥാപനങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാവരും ഒന്നും അത് തയ്യാറാവില്ല. അതുകൊണ്ടാണ് ചേച്ചി എന്നോട് പറഞ്ഞത്, രാജേഷേ എനിക്ക് വിശ്വസിച്ച കാര്യങ്ങൾ ചെയ്യട്ടെ ഞാൻ എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തോളാം പറഞ്ഞു. അപ്പം ചേച്ചി എന്നെ വിളിച്ചു, ബീന ചേച്ചി എന്നെ വിളിച്ചു. ഞാൻ ബീന ചേച്ചി പറഞ്ഞ് വിഷമിക്കേണ്ട, ഒരു പ്രയാസവും വേണ്ട, ചേച്ചിക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ നിയമപരമായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന് വെച്ചാൽ, ചേച്ചിയെ പോലെ അറിയപ്പെടുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ആ സമൂഹം അറിയണം, ഒരുപക്ഷെ സമൂഹം അറിയണം ചേച്ചി ഇതിനടുത്ത് ഉണ്ടെന്ന്. കാരണം നാളെ ചേച്ചിയെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്, ഞങ്ങൾ ബലമായി കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ നാളെ ഇവരൊരു ഹേവിയസ് കോർപ്പസോ ഒരു മാൻ മിസ്സിങ്ങോ ഒക്കെ കൊടുത്താൽ അതിൻ്റെ പുറകെ പോകാനുള്ള ബുദ്ധിമുട്ട് വളരെ വലുതാണ്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇവിടെ കൊണ്ടുവന്ന ഒരു അമ്മയെ ആക്കിയിട്ട് മകൻ തന്നെ കൊണ്ടുപോയി ഹേവിയസ് കോർപ്പസ് കൊടുത്തൊരു കേസിൻ്റെ അറിവ് എനിക്കുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കേസുകൾ ഇവിടെ കിടക്കുന്ന അത്രയധികം ആളുകളുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ മകൻ തന്നെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് ആ മകൻ അവൻ്റെ ബന്ധുക്കളെയൊക്കെ കുരുക്കാൻ വേണ്ടി ഹേവിയസ് കോർപ്പസ് കൊടുത്ത് ഞങ്ങളെ കൂടെ പ്രതിയാക്കിയാണ് ഹേവിയസ് കോർപ്പസ് കൊടുത്തത്. അതിൽ അന്ന് കോടതി നിയമിച്ച ഉദ്യോഗസ്ഥൻ വന്ന അന്വേഷണത്തിൽ ആ അമ്മ തന്നെ കൊണ്ടുവന്നത് മകനാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകാതെ. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ പലപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ആയിട്ടുള്ള ആളുകൾ, പ്രായമുള്ള ആളുകൾ അവഗണിക്കപ്പെടുക, അതായത് അവരെ ഉപയോഗമില്ലാതാവുക, അവരിൽ നിന്ന് വരുമാനമില്ലാതാകുന്ന സമയത്ത് അവരെ ഒരു മാലിന്യം എന്ന നിലയില്ല, മനുഷ്യ മാലിന്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു അവസ്ഥയിലെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഈ പറയുന്നതൊക്കെ അനുഭവിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയണമെന്നില്ല. അതൊന്നും കഴിയില്ല എന്ന് അറിഞ്ഞിട്ട് പോലും മനുഷ്യൻ അതിനോട് ആർത്തി കൂടിക്കൊണ്ടേയിരിക്കുക. ഓരോ ദിവസവും നമ്മൾ കാണുന്നു, ഓരോ മനുഷ്യൻ ഇതൊരു പ്രായമുള്ള മനുഷ്യർ കൊല്ലപ്പെടുന്നു, അടിക്കുന്നു, ഉപദ്രവിക്കുന്നു ഒക്കെ കണ്ടിട്ടും അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ 3 ഇരട്ടിയായിട്ടൊന്നും വരുന്ന ഒരവസ്ഥയെ കാണുന്നു. ഈ കഴിഞ്ഞ സമയങ്ങളിൽ തന്നെ എത്രയോ അമ്മമാർ വീടുകളിൽ ആരുമില്ലാതെ, നോക്കാൻ ആരുമില്ലാതെ അവിടെ കിടന്ന് മരിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് പോലും അടുത്തുള്ളവർ അറിയുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും ബീന ചേച്ചിയെ സംബന്ധിച്ച് അവിടെ കിടക്കണ്ട എന്നാണ് അവർ ആഗ്രഹിച്ചത്. ഇപ്പം എന്തായാലും ചേച്ചി ഇന്ന് സുരക്ഷിതമാണ്. ചേച്ചിക്ക് ആവശ്യമായ ഒരു പോലീസ് സംവിധാനം ഞങ്ങൾ ഇപ്പോൾ പരാതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അതിനകത്ത് അവരത് സെറ്റിൽമെൻറ്റിന് വേണ്ടി ശ്രമിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിൽ പോലും
അപ്പോൾ അതിൻ്റെ അടുത്ത നടപടികളിലേക്ക് ഞങ്ങൾ മുമ്പോട്ട് പോകും. ആവശ്യമായ എല്ലാ നിയമ പരിരക്ഷയും ചേച്ചിക്ക് ഞങ്ങൾ നൽകും. അതുപോലെ തന്നെ മെഡിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചേച്ചിക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ചേച്ചിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറേ അധികമുണ്ട്. ചേച്ചി കുറേ കാലം കൊണ്ട് മെഡിസിനൊക്കെ കുറവായിരുന്നു. ചേച്ചിക്ക് അത് വേണ്ട രീതിയിൽ പരിഗണന കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഡോക്ടറെ കാണിച്ച് ആവശ്യമായ മെഡിസിനും മറ്റു കാര്യങ്ങളും ചെയ്യും. ചേച്ചിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് ചെയ്തു കൊടുക്കും. നമ്മളിൽ ഒരാളല്ലേ ചേച്ചി. ചേച്ചി ഒരു സെലിബ്രിറ്റി ആയി പോയതുകൊണ്ട് മാത്രം അമോണിപ്പെടേണ്ട ഒരാളല്ലല്ലോ, നമ്മളിൽ ഒരാളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചേച്ചിയെ തിരിച്ചു വേണം. ചേച്ചിയെ ഞങ്ങൾ വീണ്ടും രംഗത്ത് കൊണ്ടുവരും. മിടുക്കിയായിട്ട് ചേച്ചിയുടെ കലാരംഗത്തേക്ക് തന്നെ ഞങ്ങൾ തിരികെ കൊണ്ടുവരും. അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ ചെയ്യുമെന്ന് ഈ നിമിഷത്തിൽ ഉറപ്പായിട്ട് പറയുകയാണ്. ചേച്ചിക്ക് എന്താ സേഫ് ആയിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നല്ല സന്തോഷത്തോടെ തന്നെ ഇരിക്കണം ഇവിടെ. ചേച്ചി പണ്ട് ഡാൻസ് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ ചേച്ചിക്ക് പറ്റുന്നുണ്ട്. ചേച്ചിയുടെ ആരോഗ്യസ്ഥിതിയാണ് ആദ്യം പരിഗണിക്കേണ്ടിയിരിക്കുന്നത്. ചേച്ചിയുടെ ആരോഗ്യസ്ഥിതി, ചേച്ചിയുടെ ഇപ്പോഴത്തെ ശാരീരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി അതിനാവശ്യമായ ചികിത്സയ്ക്ക് ശേഷം ഇവിടെ നല്ല 1ാം ക്ലാസ് നെടുമുടി വേണു സാറിൻ്റെ, ചേച്ചിയുടെ ആദ്യ നായകൻ നെടുമുടി വേണു സാറിൻ്റെ പേരിലാണ് ഇവിടെ താടിച്ചോറിയും. അത് വന്നപ്പോൾ നിങ്ങൾ കണ്ടിരുന്നു. ഇവിടെ നെടുമുടി വേണു സാർ ഈ സ്ഥാപനത്തിൻ്റെ പേരിന് രക്ഷാധികാരിയായിരുന്നു. വേണു സാർ ഞങ്ങൾ വളരെ സ്നേഹിച്ചിരുന്നൊരു മനുഷ്യനാണ്. വേണു സാർ ഇവിടെ വരികയുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാമിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളായിരുന്നു. എല്ലായ്പ്പോഴും തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയിട്ടേ എങ്ങോട്ടേലും പോകത്തുള്ളായിരുന്നു. അത്ര നല്ല ബന്ധമായിരുന്നു ചേച്ചിയുടെ ആദ്യ നായകൻ. അപ്പം സാറിൻ്റെ പേരിൽ ഒരു ഓഡിറ്റോറിയം ഇവിടെ ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ ചേച്ചിയുടെ ഒരു ഡാൻസ് നമുക്ക് കാണാം. അപ്പൊ ചേച്ചിയെ തിരിച്ച് കലാരംഗത്തേക്ക് ഞങ്ങൾ ഉറപ്പായിട്ട് കൊണ്ടുവരും. കാരണം ഞങ്ങള് അത് അങ്ങനെയാണ്, ആ കലയിലേക്ക്. ചേച്ചി ആദ്യമായിട്ട് ചേച്ചി ഇന്നലെ എന്നോട് ഞാൻ പറഞ്ഞായിരുന്നു, എന്നോട് ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എവിടെയോ ഡാൻസ് ചെയ്ത് കണ്ടിട്ടാണ് ചേച്ചിയെ സിനിമയിലേക്ക് കൊണ്ടുപോയത്. അവിടുന്ന് കലാരംഗത്തെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് അറിയാതെ പോയ ഒരു ചെറിയ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ചേച്ചിക്ക് ഒരുപാട് സമ്പാദ്യമൊന്നും അല്ലല്ലോ പ്രധാനം, ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ന് വെച്ചുകൊണ്ടൊരു മനുഷ്യനെ വീണ്ടും വീണ്ടും അതിലേക്ക് തള്ളിയിടുകയല്ലല്ലോ വേണ്ടത്. അവരെ കരകയറ്റാൻ നമുക്ക് സാധിക്കും. ഇവിടെ എത്രയോ മനുഷ്യർ, ചിലപ്പം ഒന്ന് വിരൽ കാണിച്ചു കൊടുത്ത് കയറി വന്ന എത്രയോ മനുഷ്യർ ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടെന്ന് അറിയാം. ഞങ്ങളുടെ ഇവിടെ ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം മദ്യപാനത്തിൽ വെട്ടുപോയിട്ട് ഭിക്ഷാടകനായിട്ട് മാവേലിക്കര പ്രദേശത്ത് കറങ്ങി നടന്ന ഒരാളാണ്. അവസാനം അവിടുത്തെ ഒരു ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വന്ന് അവർ പോലീസാണ് കൊണ്ടുവന്നത്. പോലീസ് കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്ത് ഇപ്പോൾ ഇദ്ദേഹം അമേരിക്കയിലെ സയന്റിസ്റ്റ് ആണെന്ന് ഞങ്ങൾ അറിയുകയും തിരിച്ചറിഞ്ഞ ശേഷം അത് ഞങ്ങൾ അമേരിക്കൻ എംബസിയുമായി സംസാരിച്ചിട്ട് അയാളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അയാളെ തിരികെ അമേരിക്കയിൽ തന്നെ വിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യർ ഈ സമൂഹത്തിൽ എത്രയോ ആളുകളാണ് ഇവിടെ ദിനം വന്ന് പോയിക്കൊണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്, അറിയപ്പെടാതെ പുറം ലോകത്ത് അറിയാതെ പോകുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കാത്ത കുറേയധികം ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പം ജീവിതം അങ്ങനെയൊക്കെയാണ്. സ്വന്തം പേരിൽ 50 കോടി രൂപ സ്വത്തുള്ള ആളുകൾ എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അവർക്കൊരു ചായ കുടിക്കണമെങ്കിൽ ഇവിടുത്തെ പാവങ്ങൾ വന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണം നടത്തുമ്പോഴാണ് നമുക്ക് അവർക്ക് വേണ്ടി ഒരു ചായ കൊടുക്കാൻ പറ്റുന്നത്. 50 കോടി രൂപ എന്ന് പറയുന്നത് ഒന്നുമല്ല എന്ന് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണമല്ല പ്രധാനം. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുക, മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റണം. സ്വാർത്ഥതയല്ല വേണ്ടത്. എല്ലാവരും അവരവർക്ക് വേണ്ടി മാത്രം ചിന്തിക്കുകയാണ്. നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നത്. ഇപ്പം ഇവിടെ ചേച്ചിയുടെ കാര്യത്തിലും സ്വാർത്ഥതയാണ്. അവരെ വിചാരിക്കുന്നത് ചേച്ചി മരുന്നൊക്കെ കഴിക്കാതെ കിടന്നാൽ പെട്ടെന്നങ്ങ് പോകും, അത്രയൊക്കെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം അത് വേണ്ട, അങ്ങനെ വേണ്ട. ചേച്ചി കുറേ കാലം നന്നായിട്ട് ജീവിക്കണം. ഈ സമൂഹത്തിൽ ചേച്ചിയെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ചേച്ചിയുടെ എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ അത് പങ്കുവെക്കാൻ സാധിക്കും. അതിനുള്ളൊരു അവസരം ഞങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കും. ചേച്ചിയുടെ ആരോഗ്യസ്ഥിതി മാറ്റിയെടുത്ത ശേഷമാണ് ചേച്ചിയെ ഫിറ്റാക്കി എടുക്കും ഞങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഉടനെ തന്നെ, അധികം കാലതാമസം ഇല്ലാതെ ചേച്ചിയെ വളരെ പുഞ്ചിരിച്ച മുഖത്തോടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്.